नमस्ते बच्चों, सब खुश तो है ना। आज की कक्षा शुरू करें। पिछले कक्षा में हमने एक कहानी का कुछ भाग पढ़ा था ना। कहानी का नाम क्या था? हाँ, नंगे पैर। कहानी का नाम नंगे पैर। कहानी का मुख्य पात्र कौन कौन है, याद है? हाँ, बेबी। और किन किन पात्र हैं? माँ और पोस्टमैन। अच्छा, क्या बेबी चल सकती है? नहीं, उसको एक पैर नहीं है। बच्चों, टाक लेकर कौन आया है? पोस्टमैन। पोस्टमैन का पैर कैसे है? क्या पोस्टमैन जूता पहनता है? नहीं, उसके पैर नंगे हैं। പോസ്റ്റ്മാൻ്റെ കാലിൽ ചെരുപ്പില്ലാത്തതിനെക്കുറിച്ച് ബേബി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഒരു പക്ഷേ അയാളുടെ ചെരുപ്പുകൾ കീറിപ്പോയിരിക്കാം. ഉസ്കെ ജൂത്തേം ഫട്ട് ഗയേ ഹോംഗെ. അത് റിപ്പയർ ചെയ്ത് വരുമായിരിക്കും. ഉസ്കെ ജൂത്തേ ഫട്ട് ഗയേ ഹോംഗെ. വേ മർമത് ഹോക്കർ ആത്തേ ഹോംഗെ. എന്തൊക്കെയാണ്? പോസ്റ്റ്മാൻ്റെ ചെരുപ്പ് കീറിപ്പോയിരിക്കാം, അത് നന്നാക്കിയിട്ട് കൊണ്ടുവരുമായിരിക്കും. ये सब याद है ना? ठीक है, आगे की ओर बढ़े। जाड़ा गया और गर्मी आई। धूप कुछ तेज पड़ने लगी थी। कोलतार की सड़क तपने लगी थी, पर पोस्टमैन आता। उसके पास छाता नहीं, साइकिल नहीं और जूता भी नहीं था. തണുപ്പ് കാലം പോയിട്ട് വേനൽക്കാലം വന്നു. വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂട്ടുകാർക്കറിയില്ലേ? എന്താണ്? അതെ, കഠിനമായ ചൂട്. ടാർ വിരിച്ച റോഡുകൾ ചുട്ടുപൊള്ളാൻ തുടങ്ങി. എന്നാൽ പോസ്റ്റ്മാൻ എന്നും വരും. അയാൾക്ക് കുടയില്ല, സൈക്കിളില്ല, ഒരു ചെരുപ്പ് പോലുമില്ല. धूप से उसका चेहरा लाल पीला होता. पसीने से उसकी कमीज पीठ से चिपकी रहती है. चेहरा क्या है? चेहरा क्या है? मुखम. लाल पील. लाल पील क्या है? हाँ, ചുവന്ന് വിളറിയ. പസീന क्या है? പസീന വിയർപ്പ്. കമീസ് ഷർട്ട്. വെയിലത്ത് നടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും? നമുക്ക് ദാഹിച്ച് നമ്മളുടെ ചുണ്ടൊക്കെ വരണ്ടു പോകുമല്ലേ? നമ്മുടെ പോസ്റ്റ്മാനും അതുപോലെ തന്നെയാണ് ഈ വെയിലത്ത് നടന്നു പോകുന്നത്. ചെരുപ്പില്ലാതെയാണ് പോസ്റ്റ്മാൻ നടക്കുന്നത്. सूखे अधरों पर वह जबान फिराकर लजीली हंसी हंसता और टाक देकर लौट जाता. धूप से जलने नंगे पैर घूमता रहता. എന്തൊക്കെയാണ്? വരണ്ട ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ച് നാണിച്ച ഒരു ചിരി ചിരിച്ചുകൊണ്ട് ബേബിക്ക് തപാൽ നൽകി. പൊരിവെയിലത്തും നമ്മുടെ പോസ്റ്റ്മാൻ ചെരുപ്പിടാത്ത കാലുമായി വീടുകൾ തോറും കയറിയിറങ്ങി. ഉസ്നെ മാ സേ പൂച്ച, മാ വോ പോസ്റ്റ്മാൻ നംഗേ പൈർ ഹി ക്യോം ഘൂംതാ രഹതാ ഹൈ? അവൾ അമ്മയോട് ചോദിച്ചു. എന്താണ് ചോദിച്ചതെന്നറിയോ? ആ പോസ്റ്റ്മാൻ എന്താ ചെരുപ്പിടാതെ നടക്കുന്നത് എന്ന്. എന്താ ബേബി ചോദിച്ചത് അമ്മയോട്? പോസ്റ്റ്മാൻ എന്താ ചെരുപ്പിടാതെ നടക്കുന്നത്? മാനെ കഹാ ചൈൻ സേ കോയി നംഗേ പൈർ ഘൂമേഗാ ബേട്ടി.
पैरों में डालने के लिए उसे मिलता न होगा. അമ്മ എന്താ പറഞ്ഞത്? ചെരുപ്പിടാതെ ആരെങ്കിലും ഇങ്ങനെ പൊരിവെയിലത്ത് സ്വസ്ഥമായി നടക്കുമോ? കാലിലിടാൻ അയാൾക്ക് ചെരുപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. എന്താണ് അമ്മ പറഞ്ഞത്? ആ, പോസ്റ്റ്മാന് കാലിലിടാൻ ചെരുപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. ആകെ ക്യാ ഹോത്താ ഹൈ? നോക്കാം. बेबी ने मन ही मन निश्चय किया कि वो उस पोस्टमैन को नंगे पैर चलने नहीं देगी. यह तय करते ही उसे सुखद अनुभूति हुई. बच्चों, यहाँ बेबी ने क्या निश्चय किया? എന്താണ് ബേബി തീരുമാനിച്ചത്? ആ, ये पोस्टमैन को नंगे पैर चलने नहीं देगी. പോസ്റ്റ്മാന് ചെരുപ്പില്ലാതെ നടക്കാൻ സമ്മതിക്കില്ല എന്നല്ലേ? പോസ്റ്റ്മാന് ചെരുപ്പില്ലാതെ നടത്തില്ല എന്ന് ബേബി തീരുമാനിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? हाँ, बेबी ने पोस्टमैन के लिए नए जूते बनवाने की निश्चय किया. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ബേബിക്ക് സുഖകരമായ ഒരു അനുഭൂതി ഉണ്ടാക്കി. बच्चों, बेबी एक पैर वाली लड़की है ना, लेकिन उसे इस पर दुख है नहीं. ബേബി എങ്ങനെയുള്ള കുട്ടിയാണെന്നാ പറഞ്ഞത്? ആ, ഏക് പൈർ വാലി ലഡ്കി. അവൾക്ക് അതിൽ ദുഃഖമുണ്ടോ? ഇല്ല അല്ലേ? തല്ലായ്മയിലും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിൽ ബേബി സന്തോഷം കണ്ടെത്തുകയാണല്ലേ? होता देखे, हमेशा आने वाला मोची जब घर आया तब बेबी ने उसे पास बुलाया और 5 रुपया उसके हाथ में देकर धीमी आवाज़ में कहा, मुझे इसके जूता बना दो. बच्चों, हमारी कहानी में एक और कथापात्र भी आया. നമ്മുടെ കഥയിലേക്ക് ഒരാളും കൂടെ വരികയാണ്. ആരാണത്? മോച്ചി. മോച്ചി ക്യാ? മോച്ചി കാ അർത്ഥ ക്യാ ഹേ? മോച്ചി ചെരുപ്പ് കുത്തി. എല്ലായ്പ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്ന ചെരുപ്പ് കുത്തി വീട്ടിൽ വന്നപ്പോൾ ബേബി അയാളെ അടുത്ത് വിളിച്ചു. 5 രൂപ അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പതിയെ പറഞ്ഞു, എനിക്കിതുകൊണ്ട് ചെരുപ്പുണ്ടാക്കി തരൂ. ആകെ ദേഖേ. ബാക്കി ഭാഗം നോക്കാം. കഥ തുടർന്ന് കേൾക്കാം. हरीबा ने सिर हिलाकर कहा, बना दूंगा बहन, नाप ले लो. अरे मेरे पैर का नहीं, फिर किसके लिए? हरीबा ने पूछा. എന്തൊക്കെയാ പറഞ്ഞത്? ഹരീബ ആരാണ്? ആ, ചെരുപ്പ് കുത്തി. ഹരീബ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ചെരുപ്പ് ഉണ്ടാക്കി തരാം സഹോദരി, അളവ് തരൂ, അളവ് എടുക്കട്ടെ. അപ്പോൾ ബേബി പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കു വേണ്ടിയാ? ഹരീബയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ബേബിക്ക് എന്തു തോന്നിക്കാണും? നമുക്ക് നോക്കാം. इस प्रश्न को सुनकर बेबी एक उलझन में पड़ गई. उसको लगा कि मानो अब सारा खेल बिगड़ने जा रहा था. उलझन क्या है? उलझन का अर्थ क्या है? ആശയക്കുഴപ്പം. നോക്കാം. പിന്നെ ആർക്ക് വേണ്ടിയാണ്? ഹരീബയുടെ ചോദ്യം കേട്ട് ബേബി ആശയക്കുഴപ്പത്തിലായി. അവൾക്ക് തോന്നി എല്ലാ കളികളും കുഴപ്പത്തിലാവാൻ പോവുകയാണെന്ന്. अंत में प्रतीक्षा करते हुए मोची से उसने कहा, 2 दिन के बाद आओ, मैं माप दूंगी. ആശയക്കുഴപ്പത്തിലായ ബേബി എന്താണ് ഹരീബയോട് പറഞ്ഞത്? 2 ദിവസത്തിന് ശേഷം വരൂ, ഞാൻ അളവ് തരാം. കഥയുടെ അടുത്ത ഭാഗം നോക്കാം. दूसरे दिन पोस्टमैन आया और थोड़ी देर तक एक एक कर डाकर देकर चला गया. डाको
कुर्सी पर रखकर बेबी अहाते के किनारे आई और सीढ़ियों से नीचे उतर गई. എന്താ പറയുന്നത്? അടുത്ത ദിവസം പോസ്റ്റ്മാൻ വന്നു. തപാലുകൾ ഓരോന്നായി തന്നിട്ട് തിരിച്ചുപോയി. അതിനുശേഷം ബേബി എന്താ ചെയ്തതെന്നോ? കത്ത് കസേരയിൽ വെച്ചിട്ട് പടികളിറങ്ങി മുറ്റത്തേക്ക് വന്നു. എന്നിട്ടെന്താ ചെയ്തത്? നമുക്ക് നോക്കാം. फिर फ्रॉक की जेब से परकार निकालकर जाने वाले पोस्टमैन के पैरों के निशान का नाप जोख किया. पैरों की गोलाई आदि का ठीक ठीक मैप लेकर वह फिर कमरे में आ गई. കഥയുടെ അടുത്ത ഭാഗം നോക്കാം. हरीबा मोची को काम मिला. उसने हिसाब से जूते तैयार किए और बेबी को लाकर दे दिया. അങ്ങനെ ചെരുപ്പ് കുത്തി ഹരീബയ്ക്ക് ജോലി കിട്ടി. അയാൾ അളവനുസരിച്ച് ചെരുപ്പുണ്ടാക്കി കൊണ്ടുവന്ന് ബേബിക്ക് കൊടുത്തു. बच्चों आगे चले. तब होली का त्योहार मनाया जा चुका था. दोपहर को पोस्टमैन कब आएगा इसकी प्रतीक्षा करती हुई बेबी बैठ गई. ബേബി കൊടുത്ത അളവനുസരിച്ച് ഹരീബ ചെരുപ്പ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഹോളി ഉത്സവം ആഘോഷിച്ചു കഴിഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് പോസ്റ്റ്മാനെ പ്രതീക്ഷിച്ച് ബേബി ഇരുന്നു. दोपहर को पोस्टमैन आया और बेबी के आने की राह देखने लगा. धीरे धीरे बेबी आई और पुराने अखबार में लिपटा एक बंडल लेकर अहाता में खड़ी हो गई. ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ വന്നു. ബേബി വരുന്നതും കാത്ത് പോസ്റ്റ്മാൻ കാത്തുനിന്നു. ബേബി എന്തുമായിട്ടാ വന്നത്? പഴയ പത്രത്താളിൽ പൊതിഞ്ഞ ഒരു കെട്ടുമായിട്ടാണല്ലേ വന്നത്. हमेशा की तरह वो मुस्कुराया और पत्रों का गड्ढा उसने बेबी के हाथ में दे दिया. എപ്പോഴത്തെയും പോലെ പുഞ്ചിരിച്ചുകൊണ്ട് കത്തുകളുടെ കെട്ട് അയാൾ ബേബിയുടെ കയ്യിൽ കൊടുത്തു. बेबी ने ठोका. अजी तुमने होली का उपहार नहीं मांगा. पोस्टमैन ने कहा. मांगूंगा बहन जी, साहब से भेंट नहीं हो रही है. എന്താ പറഞ്ഞത്? मांगूंगा है ना. यह सुनते सुनते बेबी ने पोस्टमैन के हाथ में जूते का बंडल थमा दिया. ബേബി ഇടയ്ക്ക് കയറി പറഞ്ഞു. ഹേയ്, നിങ്ങൾ ഹോളിയുടെ സമ്മാനമൊന്നും ചോദിച്ചില്ല. ചോദിക്കാൻ സഹോദരി, നേരം കിട്ടിയില്ല. ഇത് കേട്ടുകൊണ്ട് ബേബി പോസ്റ്റ്മാന്റെ കയ്യിൽ പത്രത്തിൽ പൊതിഞ്ഞ ചെരുപ്പിന്റെ പൊതി ഏൽപ്പിച്ചു. फिर क्या हुआ? देखें, പിന്നീട് എന്താ സംഭവിച്ചെന്ന് നോക്കാം. अचरज से सक पकाकर उसने बंडल खोला. भीतर एक जोड़ी सुंदर जूते थे. पोस्टमैन मन ही मन उठा. इस बच्ची ने तो मुझ नंगे पैर को जूते दिए. उसके पैर नहीं है, वो मैं कैसे दे सकूँगा. अचरज ആശ്ചര്യം. സത്പകാക്കർ അമ്പരപ്പെടുത്തുക. ബേബി എന്താ ചെയ്തത്? നോക്കൂ, ഹോളിയുടെ സമ്മാനമൊന്നും വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് പത്രത്തിൽ പൊതിഞ്ഞ പൊതിക്കെട്ട് പോസ്റ്റ്മാന്റെ കയ്യിൽ കൊടുത്തു. പോസ്റ്റ്മാൻ ആശ്ചര്യത്തോടെ അമ്പരപ്പോടെ അയാൾ പൊതി തുറന്നു നോക്കി. എന്താ പൊതിയിലുള്ളത്? മനോഹരമായ ഒരു ജോഡി ചെരുപ്പ്. ഈ പെൺകുട്ടി ചെരുപ്പില്ലാത്ത എനിക്ക് ഒരു ജോഡി ചെരുപ്പ് നൽകി. അവൾക്ക് ഒരു കാലില്ല, അതെനിക്ക് എങ്ങനെ നൽകാനാവും? പോസ്റ്റ്മാൻ മനസ്സിൽ പറഞ്ഞു. പ്രിയ കുട്ടികളെ, തൻ്റെ കുറവുകളായി കാണാതെ മറ്റുള്ളവരുടെ ഇല്ലായ്മകളിൽ സഹായിക്കുന്ന ബേബിയുടെ മനസ്സ് എത്ര വലുതാണല്ലേ. ഫിർ ക്യാ ഹുവാ? ദേഖേ, പിന്നെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. काम खत्म करके वह सीधा पोस्ट ऑफिस गया. बड़े बाबू के टेबल के सामने जाकर बोला, साहब
मेरी लाइन बदल दीजिए, सिटी में कहीं भी बदली कर दीजिए. ജോലി തീർത്ത് അയാൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. തൻ്റെ ഓഫീസറോട് പറഞ്ഞു, എൻ്റെ ലൈൻ മാറ്റിത്തരൂ, ടൗണിൽ മറ്റെവിടെയെങ്കിലേക്കും എനിക്ക് സ്ഥലം മാറ്റം തന്നാലും. കുട്ടികളെ, ഈ കഥയും കഥാപാത്രം നമുക്ക് തരുന്ന പാഠം എന്താണ്? അതെ, നമ്മുടെ പരിമിതികളെ പറ്റി മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെയും ഇല്ലായ്മകളെയും മനസ്സിലാക്കി അവരോട് അനുഭാവപൂർവ്വം പെരുമാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാം. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായില്ലേ? ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.